ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മൾ കിഷ്കിന്ത കണ്ട സിനിമ വേണ്ടി വന്നത് രാവിലെ ഏറെ സ്ക്രീൻ 2-ലാണ് പടം. കിഷ്കിന്ത കാണ്ഡം. ഞാൻ ട്രെയിലർ കണ്ടിട്ടുണ്ടായില്ല. ആകെ പോസ്റ്ററിൽ ആസിഫ് അലിയുടെ മുഖം കണ്ടപ്പോ ബുക്ക് ചെയ്ത് പോയതാണ്. ഇത് ഇമാതിരി കിടിലം വേറെ സാധനം അഴിക്കുന്ന ഞാൻ ജന്മത്ത് പ്രതീക്ഷയില്ല. ഡയറക്റ്റഡ് ബൈ ദിൻജിത്ത് അയത്തൻ. എന്താണ് താൻ എടുത്തു വെച്ചിരിക്കുന്നത്? കിളിക്കൂട് വർത്തിക്കളഞ്ഞ അവസാനം. എന്ത് പടോണളിയാ, എൻ്റെ പൊന്നളിയാ. പറയാം ബാക്കിയുണ്ട്. ഇനി നിങ്ങൾ മൊത്തം വീഡിയോ കാണണമെന്നൊന്നും ഞാൻ പറയൂല. ഈ സിനിമ കാണണോ വേണ്ടയോ എന്നുള്ള അറിയാൻ വേണ്ടി വന്നിരിക്കുന്നവരോ അല്ലെങ്കിൽ അങ്ങനത്തെ തീരുമാനമൊക്കെ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇനി എടുക്കണം അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. നിങ്ങൾ ആരുടെയും വീഡിയോ കണ്ട സിനിമ പോയി കാണും. ത്രില്ലർ ഇഷ്ടമാണോ? പോയി കണ്ടു നോക്ക്. വേറെ ലെവല് പടമാണ്, വേറെ ലെവല് പടം. അതാണ് എനിക്ക് പറയാനുള്ളത്. അതാണ് ഇനി ബാക്കി അങ്ങോട്ട് പറയാൻ പോണത്. പ്രൊഡ്യൂസ് ബൈ ജോബി ജോർജ്. താങ്ക് യു സോ മച്ച് ഇത്ര നല്ലൊരു പടം തന്നതിന്. ഗുഡ് വിൽ എന്റർടൈൻമെന്റ്സ്, താങ്ക് യു സോ മച്ച്. അത്ര എനിക്ക് പറയാനുള്ളത്. സ്റ്റോറി, സ്ക്രീൻ പ്ലേ, ഡയലോഗ്സ് DOP ബാഹുൽ രമേശ്. DOP ആയിട്ടുള്ള ആള് ഞാൻ സ്റ്റോറി, സ്ക്രീൻ പ്ലേ, ഡയലോഗ്സ് എഴുതിയേക്കണത്. ഒരു മിനിറ്റ് കേട്ടാ. എൻ്റെ മനുഷ്യ, എന്താണോ നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത്? ഇത്രയും കാര്യങ്ങൾ ഒന്നിച്ച് എങ്ങനെയാണ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന? സ്റ്റോറി എഴുതി, വേറെ ലെവൽ സ്റ്റോറി, സ്ക്രീൻ പ്ലേ വേറെ സീൻ, ഡയലോഗ്സും അടിപൊളി, ഇതെല്ലാം കൂടാണ്ട് ക്യാമറ വർക്കും ചെയ്ത്. നിങ്ങൾ ആരാ ഇതെല്ലാം സൂപ്പറായിട്ട് ചെയ്യാനായിട്ട്? ഇവിടെ ഒരു പണി മര്യാദക്ക് ചെയ്യാൻ പറ്റുള്ള ചിലവന്മാർക്ക്. അപ്പോഴാണ് നിങ്ങൾ 4 പണി വേറെ ലെവലിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങളുടെ പേര് കേൾക്കുന്നത്, പക്ഷെ ഇനി എന്തായാലും ഞാൻ മറക്കൂല. അതിന് സാധനം നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത്. എഡിറ്റഡ് സൂരജ് ES. പൊള്ളി എഡിറ്റിങ്, കിടിലൻ. ഒരെടുത്ത് പോലും എനിക്ക് ലാഗ് അനുഭവപ്പെട്ടില്ല. കാരണം വളരെ ഗ്രിപ്പിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഇത് ഒരു സ്ലോ പേസിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ദിങ്ങനെ ഹൈയിലേക്ക് പോകുന്നൊരു പടമാണ്. അത് ആ രീതിയിലും പെർപ്പസ്ഫുള്ളി എഡിറ്റ് ചെയ്ത് വെച്ചേക്കണമെന്ന് എനിക്ക് മനസ്സിലായി. മ്യൂസിക് ബൈ മുജീബ് മജീദ്. സത്യം പറയണം, ഹാൻസ് സിമ്മറിന്റെ ആരാധകനല്ലേ നിങ്ങൾ? കാരണം ലാസ്റ്റ് 20 മിനിറ്റ്സ് ഇന്റർസ്റ്റെല്ലാർ വൈബ് ഒരു സാധനമാണ് നിങ്ങൾ ചെയ്തു വെച്ചിരിക്കണം. എനിക്കറിയാം കുറെ പേര് ഇവൻ എന്ത് തേങ്ങയെ പറയണമെന്ന് പറയും. പക്ഷെ നിങ്ങൾ തിയേറ്ററിൽ പോയി ഈ സിനിമ കണ്ടു നോക്ക്. ലാസ്റ്റ് അതുപോലെ ഇത് കേട്ടാൽ മനസ്സിലാവും. ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ ഇന്റർസ്റ്റെല്ലാർ ഉൾപ്പെടെ ഹാൻസ് സിമ്മറിന്റെ ഒരു കടുത്ത ആരാധകനാണ്. അതുപോലെ ഒരു സാധനം ഇതിനകത്ത് സ്കോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇങ്ങനെ. അതുപോലത്തെ ഒരു സാധനം അന്നാ കോപ്പി അടിച്ചേക്കണല്ല, ഇങ്ങേരുടെ രീതിയിൽ ഇത് കേട്ടാൽ നമുക്ക് മനസ്സിലാവും ഇന്ന ആളുടെ ആരാധകനാണെന്നുള്ളത്. ആ ലെവലിൽ ഒരു സാധനം ഇതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് അപ്പൊ രോമാഞ്ചം. ഞാൻ തുടങ്ങിയപ്പോ കണ്ട സിനിമയല്ല അവസാനിക്കുന്നത്. അവസാനം എത്തിയപ്പോഴേക്കും എൻ്റെ മനസ്സിൽ ഇന്ന ക്യാരക്ടേഴ്സിനെ പറ്റി ഉണ്ടായിരുന്ന എൻ്റെ നിലപാടുകളൊക്കെ അങ്ങോട്ട് മാറി. കാരണം അങ്ങനെയാണ് ഇതിനകത്ത് ക്യാരക്ടർ ഗ്രാഫ് ഇതിങ്ങനെയാണ്. ഇങ്ങനെ ക്യാരക്ടേഴ്സ് ലാസ്റ്റ് ആകുമ്പോഴത്തേ ഇതിങ്ങനെയാവും. അതെന്താണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അമ്മാതിരി കിഡിലൻ ട്വിസ്റ്റ് ഒക്കെയാണ്. പ്രോജക്ട് ഡിസൈൻ കക്ക സ്റ്റോറീസ്. ആരാന്ന് ഒരു പിടുത്തൂല. എന്തായാലും താങ്ക് യു ഫോർ ദ പ്രോജക്ട്, അത്ര എനിക്ക് പറയാനുള്ളത്. സൗണ്ട് മിക്സിംഗ് വിഷ്ണു സുജതൻ. അടിപൊളിയായിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ടീസർ മിക്സ്ഡ് ബൈ ബാലു തങ്കച്ചൻ at 20 decibel. at 20 decibel. ബ്ലാക്ക് സ്റ്റുഡിയോ ചെന്നൈ. ടീച്ചർ ഞാൻ കണ്ടിട്ട് പോലുമില്ല. അതൊന്നും വേണ്ടി വന്നില്ല. ടീച്ചറും കണ്ടിട്ടില്ല, ട്രെയിലറും കണ്ടിട്ടില്ല, ഒരു തേങ്ങയും കണ്ടിട്ടില്ല. പടം കണ്ടപ്പോൾ തന്നെ എൻ്റെ കിളിക്കൂട് പറഞ്ഞു. ഇനി ടീച്ചറും ട്രെയിലറൊന്നും കാണാൻ നന്നായി എന്നാണ് എനിക്ക് തോന്നിയത്. സോറി ഫോർ അങ്ങനെ സെയിങ്. പക്ഷേ ടീച്ചറും ട്രെയിലറും കാണാതെ ഇത് പോയി കണ്ടപ്പോൾ കിട്ടിയ ഒരു അനുഭൂതി ഉണ്ട്. എൻ്റെ പൊന്നോ, അതെനിക്ക് പറയാതിരിക്കാൻ വയ്യ. അത്ര സൂപ്പറായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ പറയാനുണ്ട്, വേറെ ഒന്നും തോന്നരുത്. ഓഡിയോഗ്രാഫി രഞ്ജു രാജ് മാത്യു. എല്ലാവരുടെ പേര് ഞാൻ വായിച്ചിട്ടേ പോകുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഡിസർവിംഗ് ആണ്. ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ബോബി സത്യശീലൻ. ആർട്ട് ഡയറക്ടർ സജീഷ് താമരശ്ശേരി. കോസ്റ്റ്യൂംസ് സമീറ സനീഷ്. ഓക്കെ. മേക്കപ്പ് റഷീദ് അഹമ്മദ്. അടിപൊളി. പ്രൊഡക്ഷൻ കൺട്രോളർ രാജേഷ് മേനോൻ. കളറിസ്റ്റ് സ്രിക് വാരിയർ. പോയറ്റിക് എന്ന് എഴുതിയിട്ടുണ്ട്. VFX പിക്ചോറിയൽ എഫക്ട്സ് ഡിസൈൻ ആഡ്സ് ഓഫ് ആഡ്സ്. എല്ലാവരുടെയും പേര് വായിച്ചിട്ട് ഞാൻ പോകുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അത്രയും ഡിസർവിങ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ പറയണത്. ഞാൻ ഈ കൊല്ലം കണ്ടതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവീസ്. ഈ സിനിമ വൺ ഓഫ് ഇറ്റ്സ് കൈൻഡ് ആണ്. ഇങ്ങനെ ഒരു മലയാള സിനിമ എന്നല്ല, ഇങ്ങനെ ഒരു സിനിമ ഞാൻ വേൾഡിൽ വരെ കണ്ടിട്ടില്ല. ഞാൻ എത്ര സിനിമ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. അത്രത്തോളം സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്. 6 digits ലെവലിൽ ഞാൻ സിനിമ കണ്ടിട്ടുണ്ട്. 6 digits. ഞാൻ തമാശ പറയണല്ല.
എന്നെ മതിക്കുള്ളിൽ കണ്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പറയണതാണ്, എല്ലാ ലാംഗ്വേജിൽ നിന്ന് എടുത്ത് നോക്കിയിട്ട് എനിക്ക് ഈ സിനിമയോട് താരതമ്യം ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഇങ്ങനൊരു ജോണർ എന്നല്ല, ജോണർ കണ്ടുപിടിക്കാൻ പറ്റും, പക്ഷേ ഇങ്ങനൊരു സിനിമ, ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ്, ഇത് എന്തുവാണ് ചെയ്തു വെച്ചേക്കണെന്ന് എനിക്കായിപ്പോയി. ഒരുമാതിരി ഇന്റർനാഷണൽ ലെവലൊരു ഐറ്റം, അത് നമ്മുടെ കേരള പശ്ചാത്തലത്തിൽ ചെയ്തു വെച്ചിരിക്കുന്നു. എന്ത് ഐറ്റമാണെന്ന് അറിയാം എൻ്റെ പൊന്നെ. എനിക്കത് എങ്ങനെ നിങ്ങളോട് പറയണമെന്ന് അറിയില്ല. ഈ സിനിമ പോയി കാണുമെന്നല്ലാതെ എനിക്ക് വേറെ ഒന്നും അതിനകത്ത് പറയാനില്ല. ഇതിലെ മെയിൻ 2 പേര് ആസിഫ് അലിയും, എനിക്ക് ഞാൻ ആസിഫ് അലി എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് അടിച്ച് വേറെ ഒന്നും വെച്ചിട്ടില്ല. ഈ മനുഷ്യൻ ഇങ്ങനത്തെ സിനിമ വേണം അഭിനയിക്കാൻ. ഇങ്ങനെ വർഷത്തിൽ ഒരെണ്ണം അഭിനയിച്ചാൽ മതി. വേറെ സാധനമൊക്കെ ആയിട്ടാണ് ഇപ്പോൾ വരുന്നത്. തലവൻ അടിപൊളിയായിരുന്നു. കൂമൻ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ്. കെട്ടിയോളാന്റെ മാലാക, റോഷാക്ക്, മതിയുടെ ഒരു കൊല്ലം ഒരു സിനിമ അഭിനയിച്ചാൽ മതി. ഇതുപോലത്തെ ഒരു ഐറ്റം അഭിനയിച്ചാൽ മതി. ചപ്പ് ചവറ പടമൊന്നും അഭിനയിക്കേണ്ട നടനല്ല നിങ്ങൾ ഈ ചെയ്തു വെച്ചേക്കണം കാണുമായിരുന്നു. അമ്മാതിരി സാധനം. നിങ്ങൾ തന്നെ ഇതൊന്ന് കണ്ടു നോക്ക്. എന്താണ് നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്ന മനുഷ്യ? നിങ്ങൾ ഒറ്റ ഒരാളെ മുഖം കണ്ടിട്ടാണ് ഞാൻ ഈ സിനിമ കാണാൻ പോയത്. ലെവൽ ക്രോസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ്. സാധാരണ ഒരു ജനം കണ്ട ചിലപ്പോൾ കിളിക്കൂട് പറഞ്ഞിട്ട് തെക്കോട്ടും നോക്കിയിരിക്കും. പക്ഷെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു ലെവൽ ക്രോസ്. നിങ്ങൾ അത്ര മനോഹരമായിട്ട് അഭിനയിച്ചൊരു സിനിമ. അതിന്റെ പിന്നാലെയാണ് ഇതേ ഇതും കൂടി വന്നേക്കണം. ഈ കൊല്ലം 3 കിടിലം പടമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. 3 കിടിലം പടം. തലവൻ, ലെവൽ ക്രോസ്, ഇപ്പൊ ദേ ഇത്, എല്ലാം കിണ്ണം കാച്ചി ത്രില്ലേഴ്സ്. നിങ്ങൾക്ക് ത്രില്ലർ ഭയങ്കരമായിട്ട് ചേരുന്നുണ്ട്. അത്ര സൂപ്പറായിട്ട് പോലീസ് വേഷം നിങ്ങൾക്ക് എത്രത്തോളം ചേരുന്നോ അത്രയും മനോഹരമായിട്ട് ത്രില്ലർ മൂവീസിൽ നിങ്ങളുടെ പെർഫോമൻസ്. എന്റെ മനുഷ്യ, നിങ്ങൾ ബ്രോ വേറെ ലെവൽ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ അപ്പോഴും ഞാൻ പറയണത്, ദ സ്റ്റാർ ഓഫ് ദിസ് മൂവി വിജയരാഘവൻ സർ. എന്തൊരു പെർഫോമൻസ് ഡേ, എന്തൊരു ഏസ് ആക്ടർ ഹിയസ്. ഇതിലെ പെർഫോമൻസ് കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. ഈ സിനിമ തുടങ്ങുമ്പോ മോസ്റ്റ് ഹേറ്റഡ് പേഴ്സൺ ആണ് എനിക്ക്. പക്ഷെ ഈ സിനിമ അവസാനിക്കുമ്പോ ഉണ്ടല്ല, നെഞ്ചു കുലുക്കും ഈ മനുഷ്യനും ആസിഫ് അലിയും കൂടി. ഇവർ ഇതിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്ന ക്യാരക്ടർ, ഒരു സീനുണ്ട്, എനിക്ക് എന്താണെന്നത് പറയാൻ പറ്റില്ല. കണ്ണീരോടുകൂടെ നിങ്ങൾക്ക് അല്ലാതെ കാണാൻ പറ്റില്ല. അത് നിങ്ങൾ നെഞ്ചു കുലുക്കും ആ സീൻ. മാതിരി ഒരു സാധനം. അതൊരു സസ്പെൻസ് റിവീലിങ്ങിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു സാധനം ആയതുകൊണ്ട് എനിക്ക് ഒരു കാരണവശാലും അത് പറയാൻ പറ്റില്ല. എന്ത് സിനിമയാണ് മിസ്റ്റർ നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത്. യു ഡിസേർവ് എവറി അപ്ലോഡ് ആൻഡ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് എന്തെങ്കിലുമൊക്കെ. കാരണം നിങ്ങൾ എന്നുള്ളൊരു പ്രതിഭ മലയാള സിനിമക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ആസെറ്റാണ്. അത് ഈ സിനിമ കാണുമ്പോഴും പൂക്കാലം കണ്ടപ്പോഴും തോന്നിയിരുന്നു. പക്ഷെ പൂക്കാലം ആസ് എ മൂവി, എൻ്റെ വളരെ അടുത്തൊരു ഫ്രണ്ടാണ് അത് ഡയറക്റ്റ് ചെയ്തത്. എന്നാലും ഞാൻ പറയുന്നതാണ്, എനിക്ക് ആ മൂവി മൊത്തത്തിൽ നോക്കുമ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട പടം അങ്ങനെയൊന്നും അല്ല. പക്ഷെ അതിനകത്ത് കുട്ടേട്ടെന്ന് നിങ്ങൾ വിളിക്കുന്ന, അല്ല എല്ലാവരും സിനിമ ഇൻഡസ്ട്രി എല്ലാവരും വിളിക്കുന്നത് കുട്ടേട്ടെന്നാണ് നിങ്ങളാ. അപ്പോൾ എന്നെ സംബന്ധിച്ച് വിജയരാഘവൻ വേറെ ലെവൽ ആക്ടറാണ്. അപ്പൊ ഈ സിനിമ കാണുമ്പോൾ അത് വീണ്ടും ഒരു റിമൈൻഡറാണ്. അത് ഭയങ്കരമായിട്ടത് നമുക്കങ്ങോട്ട് അടിക്കും. നമ്മളെ ചില സിനിമകൾ നമ്മളെ വന്ന് ഓരോ ആക്ടേഴ്സിനെ റിമൈൻഡ് ചെയ്യും. ഈ കൊല്ലം ഉർവശി റിമൈൻഡ് ചെയ്തു ഉള്ളൊരിക്കലൂടെ. അതുപോലെ ഇത് ഈ ഇടക്കിടക്കുള്ള റിമൈൻഡേഴ്സ് ആണ്. ഇങ്ങനെയുള്ള എയ്സ് ആക്ടേഴ്സിന് റോള് കിട്ടുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നുള്ള. അശോകൻ ഇതിനകത്തൊരു ചെറിയ റോൾ ചെയ്തിട്ടുണ്ട്. എന്ത് രസമെന്ന് പറയാം ആ റോള്. വളരെ സിമ്പിളായിട്ടുള്ള റോള്, പക്ഷെ അത് അഭിനയിച്ചിരിക്കുന്നത് ഭയങ്കര ബാലൻസിലാണ്. ഒരു ബാലൻസ് ഉണ്ടല്ലോ ആക്ടിങ്ങിൽ. ആ ബാലൻസ് കൃത്യമായിട്ടാണ് ഡെലിവർ ചെയ്തിരിക്കുന്നത്. ഒരുപാട് പേര് ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. വേറെ നമ്മുടെ ഋതുവിലുള്ള മച്ചാനൊക്കെ ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരും അവരവരുടെ റോളുകൾ വളരെ കൃത്യമായിട്ട് നീറ്റായിട്ടാണ് ഡെലിവർ ചെയ്തിരിക്കുന്നത്. പക്ഷെ വിജയരാഘവൻ ആൻഡ് ആസിഫ് അലി ഈ സിനിമയുടെ കോർ. അപർണ ബാലമുരളി കുറേ നാൾക്ക് ശേഷം ഒരു നല്ല റോള്. പുള്ളിക്കാരിക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ബാലൻസിൽ ചെയ്തിരിക്കുന്ന റോള്. അത് ഒരു പൊടിക്ക് പോലും മുകളിൽ പോയിട്ടില്ല, ഒരു പൊടിക്ക് പോലും അടിയിലേക്കും പോയിട്ടില്ല. എന്താണോ ഇതിൻ്റെ ഡയറക്ടർ ആവശ്യപ്പെട്ടിരുന്നത് അത് ഡെലിവർ ചെയ്തതായിട്ട് എനിക്കും ഫീൽ ചെയ്തു. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്.
ടെൻഷൻ ബിൽഡപ്പ് ചെയ്യുന്ന കാര്യം ആയിക്കോട്ടെ, പല സിറ്റുവേഷനും ഞാനിപ്പോൾ പുള്ളിക്കാരി ഇപ്പൊ ചാവോ ആ രീതിയിലൊക്കെ എനിക്ക് തോന്നിയത്. കാരണം ആരെയും കൊല്ലുമോ എന്നൊക്കെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ട്. ഏതിലും ചെന്ന് ഇടപെടുന്ന ചില ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, അവർ ദേ ടെൻ ടു ഗെറ്റ് ഇൻ ടു ട്രബിൾ. ആ രീതിയിലൊരു ഗ്രാഫിൽ പോയിക്കൊണ്ടിരുന്ന ഒരു ക്യാരക്ടർ. പിന്നെ ഇതിലെ തീം ഞാൻ ഇന്നേവരെ കണ്ടിട്ടില്ല ഇങ്ങനൊരു തീം. എനിക്കറിയില്ല, നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ എന്തെങ്കിലും ഒരു പടം കണ്ടിട്ടുണ്ടെങ്കിൽ ദയവ് DM ചെയ്യുക ഇൻസ്റ്റാഗ്രാമിൽ. ഇതിന്റെ അടിയിൽ ഇടരുത്. കാരണം അത് ചിലപ്പോൾ എങ്ങാനും കമന്റ് കണ്ടിട്ട് പോയി ഈ സിനിമ കാണാൻ പോണതിന് വല്ല സസ്പെൻസ് പോയി കഴിഞ്ഞാൽ പണിയാവും. അതുകൊണ്ട് അത് ചെയ്യരുത്. ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് എൻ്റെ FRK_vlogs എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് ഒന്ന് DM ചെയ്യുക. ഇതുപോലെ ഏതെങ്കിലും ഒരു സിനിമ ലോകത്തെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ. ഞാൻ കണ്ടിട്ടില്ല എന്തായാലും. അത്ര ഗംഭീര സിനിമ. അതാണ് എൻ്റെ അഭിപ്രായം ഈ സിനിമയെ പറ്റി. വേറെ ഒന്നും പറയാനില്ല. ജസ്റ്റ് ഗോ ടു ദ തിയേറ്റർ ആൻഡ് വാച്ച് ഇറ്റ്. ഇതുപോലത്തെ സിനിമകൾ വളരെ റെയർ ആയിട്ട് കിട്ടുന്നതാണ്. ഇറ്റ് ഈസ് എ ജെം ഫോർ മലയാളം ഇൻഡസ്ട്രി. അതാണ് എനിക്ക് പറയാനുള്ളത്. ആൻഡ് ആസിഫ് അലി ആൻഡ് വിജയരാഘവൻ സർ, they are at their peak in this movie. കിളിക്കൂട് പാറിക്കും. അമ്മാരി പടാണ് ഈ സിനിമയുടെ. ആ ലോകത്തിലേക്ക് നിങ്ങൾ ഇറങ്ങി ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങണേ മുന്നേ നിങ്ങൾ എന്താടാ കണ്ടേ എന്നുള്ള അവസ്ഥയിലേക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനങ്ങനെയായിരുന്നു. എന്താടാ ഞാൻ ഇത്ര നേരം കണ്ടത്? ഇത്രയും വെറുത്ത ക്യാരക്ടേഴ്സ് അവസാനമായപ്പോൾ എന്നെ കരയിപ്പിച്ച്, അതൊരു സസ്പെൻസിലൂടെ ഞെട്ടിക്കുകയും ചെയ്തു. മൈൻഡ് ബ്ലോയിങ് മൂവി. വീണ്ടും ഞാൻ ഡയറക്ടറുടെ പേര് എടുത്തു പറയാണ്, ദിൻജിത്ത് അയത്തൻ. ഈ ഒരു മൂവി ഞാൻ തീർച്ചയായിട്ടും ഓർത്തിരിക്കും മച്ചാനെ. കിടിലം പാടായിരുന്നു. ഒരുപാട് സിനിമ കണ്ടിട്ടുള്ള എന്നെ പോലും കിളി പാറിച്ചിട്ടുള്ള നിങ്ങളുടെ ഈ സിനിമ ഞാൻ എങ്ങനെ ഓർക്കാതിരിക്കും? അതെനിക്ക് പറയാനുള്ളത്. മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ് ഇൻ മൈ ഒപ്പീനിയൻ. ഇന്ന് തന്നെ ഓൾറെഡി രാവിലെ ഞാൻ ARM കണ്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ട് ഒരു രോമാഞ്ച ഫീലിൽ വന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഈ സിനിമ കാണാൻ പോയത്. 2 നല്ല കിടിലം പടം കണ്ട ഫീലിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ഒരു സിനിമ കൂടെ കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, കാണാൻ അതിയായ ആഗ്രഹമുണ്ട്. പക്ഷെ ആ സിനിമക്ക് പോകണോ എന്നുള്ള ആലോചനയിലാണ് ഞാനിപ്പോൾ. കാരണം ഈ 2 സിനിമ തന്നെ മതി. എൻ്റെ വയറും മനസ്സും നിറച്ചെന്ന്. ARMൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, കണ്ടു നോക്കുക. 2 മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സാണ്. അത്ര എനിക്ക് പറയാനുള്ളൂ.